Hi guys, welcome back to my YouTube channel. ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇന്ന് ഫെബ്രുവരി കഴിഞ്ഞു. മാർച്ച് 15th 2026 സൺഡേ ആണ്. അപ്പം ഇന്ന് ഞാൻ ജോലിയൊന്നുമില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എണീറ്റപ്പോൾ ഭയങ്കര ലേറ്റായിപ്പോയി. അപ്പം ഞാൻ എന്താ പറയുക, ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ ഷൂട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് അവിടെ അന്ന സംഭാരം ഉണ്ടാക്കി ഫുഡ് ഓർഡർ ചെയ്തു. ഇന്നൊന്നും ഉണ്ടാക്കാനുള്ള എനർജി ഇല്ലായിരുന്നു. കുഴപ്പമില്ല, പേടിക്കണ്ട. ഇരുന്നോ എല്ലാവരും ഇരുന്നോ. യെസ്, നമ്മളപ്പോൾ ഇന്നലെ ടൂർണമെൻറ്റിന് പോയി ബാഡ്മിൻ്റൺ. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ടൂർണമെൻറ്റിനൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ പൊട്ടി. പക്ഷേ എന്നാലും നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തേ. ബീഫ് എവിടെ? ഒരു കൊള്ളാം അല്ലേ? കൊള്ളാം. ഇത് ഏത് റെസ്റ്റോറൻ്റ് ആയിരുന്നു? ഞാനല്ലേ ഓർഡർ ചെയ്തത്, ഓർമ്മയില്ല. ഉപ്പ് കുറച്ച് കൂടുതലുണ്ടോ? അത് തനിക്ക് ഓക്കെയാണോ ഈ ഉപ്പ്? സംഭാരം കുടിച്ചിട്ടില്ലേ? ഇവിടെ എരിയാൻ തുടങ്ങി. ഞാൻ അന്നേരോട് പറഞ്ഞു നമുക്കൊരു മുളകിടാം. എന്നിട്ട് ആ മുളക് ഇട്ടിട്ട് എനിക്ക് തന്നെ എരിയുന്നു. എനിക്കിനി കുളിക്കണം, റെഡി ആവണം. അപ്പോഴേക്കും ഷൂട്ട് ചെയ്യാൻ വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാഡ്മിൻ്റന് പോകണം വൈകുന്നേരം. പിന്നെ എനിക്ക് ഡീക്കാത്തലോൺ പോകണം. ഒരു ദിവസം നോക്കാം. ഞാൻ യൂട്യൂബ് കാണാം. എത്ര മണി? 4:10 ഞാനിപ്പോഴും ഒരു മിനിറ്റ്. അപ്പോൾ ഇത്ര നേരം വെറുതെ കിടക്കുമായിരുന്നു. ഞാൻ ബാഡ്മിൻ്റന് പോയിട്ട് എനിക്ക് ഡീക്കാത്തലോൺ പോകണം. ഡീക്കാത്തലോൺ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു സ്പോർട്സിൻ്റെ ഒരു ഡ്രസ്സ്. ഞാൻ എന്തൊരു മടിയാ. ഞാനുണ്ടല്ലോ ഒരു ഫോട്ടോഗ്രാഫർ, എനിക്കറിയുന്ന ഒരു കൊച്ചു വരുന്ന പറഞ്ഞാൽ പിക്ചർ എടുക്കാൻ. പിന്നെ എന്തോ ക്യാമറയുടെ ഇഷ്യൂ ആയിട്ട് വരാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് ആ ഇതില്ലേ ബീൻ ബാഗിൽ കിടക്കുക, യൂട്യൂബ് കാണുക. ഇതാണ് ഞാൻ എത്ര നേരം ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ബിരിയാണിയും കഴിച്ചു. ഇനി ഞാൻ ബാഡ്മിൻ്റന് പോട്ടെ. ബാഡ്മിൻ്റന് പോവാം. എന്നും ഞാൻ ലേറ്റ് ആവും. അപ്പം എൻ്റെ ഫ്രണ്ട് പറയും എന്നും ലേറ്റായിട്ടാണ് നീ വരാം, എന്നും ലേറ്റായിട്ടാണ് വരാം. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ എത്തും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. 5-നാ ഇപ്പോൾ 4:45 ആവാറായി. 4:40 ആയിട്ടുള്ളൂ. ഒരു 15 മിനിറ്റ്സ് പോലും എടുക്കില്ല ഇവിടെ നിന്ന്. എൻ്റെ വണ്ടി ഓക്കെ അവിടെ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. ഞാൻ ലേറ്റ് ആയില്ല. ഇനി അന്നയും കൂടെ വരാനുണ്ട്. അന്നയും വേറൊരു ഫ്രണ്ടും കൂടെ വരും. ഇപ്പോൾ ഇതെൻ്റെ വ്ളോഗാ. ഹായ് പറയണോ? ഹായ് പറയോ? യൂട്യൂബിൽ 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം. ഹലോ, ബൈ ബൈ ബൈ. അന്ന വന്നു കളിക്കാൻ പറ്റും. ആര് ജയിക്കും? പോയി. ഞാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോകുന്നു വിചാരിച്ചിട്ട് ആര് ജയിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. അതെ, അതാ. ഓ ഓ ഓ എന്തേ അതാർക്കാ പോയിന്റ്? ഓ, പോയിന്റ് ഫോർ ആരൻ. Oh, nice shot. Deepuri match. അനഗോസ് നമ്മുടെ വീട്ടിൽ വന്നതാ.
എൻ്റെ വ്ളോഗാ യൂട്യൂബ് അടുത്തതല്ല അതും കഴിഞ്ഞ അടുത്തല്ല 2 ആഴ്ചത്തെ പെൻഡിങ് ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഞങ്ങൾ ഡീകാത്തലോൺ പോവാന്ന് വിചാരിച്ചു. എനിക്കൊരു വയലറ്റ് അല്ല ഏതായിരുന്നു ലാവൻഡർ കളർ. എടാ ലാവൻഡറിൻ്റെ വയലറ്റിൻ്റെ കുറച്ച് ലൈറ്റ് കളറാണോ ലാവൻഡർ? ലാവൻഡർ ഒരു ടോപ്പ് വേണം, അതായത് സ്പോർട്സ് വെയർ ഒരു ഷൂട്ടിന്. അപ്പം എനിക്കത് എടുക്കാൻ പോകണം. നമ്മൾ കാത്തലോൺ പോകാനാണ് പ്ലാൻ. ഹലോ, ഞങ്ങളുണ്ടല്ലോ ഡീകാത്തലോൺ പോയില്ല, പക്ഷെ അതിന് പകരം ഞങ്ങൾ ഫുഡ് കഴിക്കുക. അന്നൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാ. ആൻഡ് ബീഫ് കറി ആൻഡ് ഇത് ഞങ്ങളുടെ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളപ്പോ ഫുഡ് കഴിക്കട്ടെ, കൊറേ ഫുഡ് ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ബീഫ് അത്ര ഇഷ്ടമായില്ലായിരുന്നു, പക്ഷെ ഇവന്റെ അമ്മേന്റെ സൂപ്പർ ആയിട്ടുണ്ട്. മൂസ എന്തായാലും എന്റെ വീഡിയോ കാണില്ല എന്നറിയാം, എന്നാലും താങ്ക് യു മൂസ. നീ കാണുകയാണെങ്കിൽ നീ പറയണേ. വീഡിയോ നീ കാണുവാണെങ്കിൽ എന്റെ വ്ളോഗ് അടുത്ത വ്ളോഗിൽ വരുന്നടാ. എല്ലാ വ്ളോഗും കാണാൻ പറയാം. മെസ്സേജ് ഉണ്ട് നിനക്ക് വേണ്ടി. ഏത് വ്ളോഗില് നല്ല ടേസ്റ്റ്. ഹലോ ഹലോ ഹൈ ഹായ്. ഞാൻ ഉണ്ടല്ലോ ഇന്ന് മൺഡേ 16th February 2026 മൺഡേയാണ്. ഞാൻ ലീവാണ്, കാരണം എനിക്കിന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. എനിക്കുണ്ടല്ലോ UTI വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഒരു തലവേദനയാണ് എൻ്റെ UTI. അപ്പം ഞാൻ എന്തായാലും അതിനൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ലീവ് എടുത്തു. യെസ്, പിന്നെന്താ, ഇത് കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ ആക്ച്വലി ഡീകാത്തലോൺ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ല. ഇന്ന് പോകണം. എനിക്ക് ടോപ്പ് നോക്കണം എന്തായാലും. അപ്പോൾ ഹോസ്പിറ്റലിലും പോവാം, ഡീകാത്തലോണും പോവാം. അതാണ് ഇന്ന് എൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു വെനസ്ഡേയും കൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ എന്ന്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വെനസ്ഡേ അപ്ലോഡ് ചെയ്യും ഒരു വീഡിയോ. ലെറ്റ് മീ സീ. അയ്യോ, ഈ മോയ്സ്ചറൈസർ എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കുരു കുറച്ചധികം എക്സ്ട്രാ വരുന്ന സമയത്ത് ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം കുരു ഒന്ന് കുറയുമ്പോൾ. കാരണം സെൻസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഈ കുരുവിൻ്റെ ഒക്കെ കാരണം ഇതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഞാനിത് അവിടെ യൂസ് ചെയ്യില്ല. എൻ്റെ ചീക്സിൽ ഞാൻ ജസ്റ്റ് എൻ്റെ അണ്ടർ ഐസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഞാൻ ഐസിൻ്റെ അവിടെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യും. ആൻഡ് നോസും കുറച്ച് ഡ്രൈ ആയിട്ട് അവിടെയും കൂടെ അപ്ലൈ ചെയ്യും. കൊള്ളാം. ഇനി എന്താ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഒന്ന് പോട്ടെ. നമ്മളുണ്ടല്ലോ കുരു കൂടുതലുള്ള സമയത്ത് കുറേ സാധനങ്ങൾ എടുത്ത് അപ്ലൈ ചെയ്യരുത്. ഞാനത് പഠിച്ച ഒരു പാഠമാണ്. ഞാൻ ഇപ്പം വായിക്കുന്ന ബുക്ക് ഏതാണെന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പേഴ്സണൽ MBA എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് വായിക്കുന്നത്. അതൊരു ഹ്യൂജ് ബുക്കാണ്. ഹ്യൂജ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 400 pages എന്തോ ഉണ്ട്. പക്ഷെ അത് ഈ മതിൽ വായിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ലെറ്റ്സ് സീ. യെസ്, ചൂടെടുക്കുന്ന ഞാൻ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ഫാൻ ഓഫ് ചെയ്യും. അവൻ നല്ല ചൂടെടുക്കും.
പിന്നെ നമുക്ക് കുറച്ച് ലിപ് ടിൻറ്റും കൂടെ ഇട്ടാൽ സെറ്റല്ലേ. ലിപ് ടിൻറ്റ് ഇപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല. 8:30 എന്തോ ആയിട്ടുള്ളൂ. ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാം. ഇനി തൊടാസ നേരം ബുക്ക് വായിക്കാം. ഇതാണ് എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും. ഇതൊരു മെസ്സായിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കാറ്. കാരണം ഇപ്പോഴും അത് റെഡിയാക്കി വെക്കാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. 0.5 വെച്ചാൽ പോരേ. ലൈറ്റ് ഭയങ്കര ഹാർഷ് ലൈറ്റാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ബുക്ക് വായിക്കാം. ഡോക്ടറിനെ കണ്ടിട്ട് മടുത്തു. യൂട്ടിയായി വന്നിട്ട് കുറച്ച് ടൈം ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം ബുക്ക് വായിക്കാൻ ഞാൻ എൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കണ്ടു, ഒരു വാക്സിൻ എടുത്തു. പിന്നെ എനിക്കിനി ഡീകാത്തലോൺ പോകാനുണ്ട്. ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, ഇന്നെങ്കിലും എനിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷൂട്ടിന് പോകണം. പിന്നെ ഒരു ബാഡ്മിൻ്റൺ, പിന്നെ ജിമ്മിലും കൂടെ പോകണം. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യും. വാക്സിൻ എടുത്തു. നല്ല വേദനയായിരുന്നു. എൻ്റെ നല്ല വേദനയായിരുന്നു. എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻസ് ഭയങ്കര പേടിയാണ്. ഭയങ്കര ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു. കുഴപ്പമില്ല, കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ലെൻസ് അപ്പൊ എത്ര നാള് കൊച്ചിയിലുണ്ട് സിസില്? ഞാൻ 24th പോകും. 24th കുറച്ചധികം നാളായെന്ന് തോന്നുന്നു വന്നിട്ട്. എൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ അത് സ്വന്തം ചേട്ടൻ്റെ കൊച്ചാണോ? ഓ കൊള്ളാം. അപ്പോൾ അവർ പോകും ഈ സൺഡേ തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട്. അപ്പോൾ അത്രയും നാൾ നിൽക്കാനാണ്. എനിക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് അല്ലെങ്കിൽ ഇത് മാറ്റണം. ഇത് മാത്രം മതിയോ? ഇത് മാത്രം മതി. ഇതാ കുറച്ചുകൂടി എടുത്ത് കാണണം. എന്നാൽ ഇത് മാത്രം ഇടാം. ഓ നല്ല ചൂടുണ്ട് ഈ ജാക്കറ്റിൽ. ഞാൻ ലെൻസ് അല്ല ഇട്ടിട്ട് വന്നത്. അത് പവറുള്ളായിരുന്നോ?
ഞാൻ വിചാരിച്ചു പവർ ഇല്ല, ജസ്റ്റ് എസ്തെറ്റിക് പേർപ്പസിന് വേണ്ടിട്ട് ഇട്ടതാണ്. ഞാൻ ശരിക്കും എന്തായിരുന്നു ആണോ? എത്രയുണ്ട് പവർ? 3. ആ ഞാൻ നല്ല എന്താ 3 ഞാൻ ആക്ച്വലി കേട്ടിട്ടേ ഇല്ല. 3 ഉണ്ട്, അത് ഞാനാ. അയ്യോ ചലോ ലെറ്റ്സ് ഷൂട്ട്. ഇതെൻ്റെ യൂട്യൂബ് വീഡിയോയാ. ഹായ്. ഓക്കെ ചലോ. ജാക്കറ്റ് ഇതിൻ്റെ ഷൂട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജെസിലി ഈസ് മൈ ഫോട്ടോഗ്രാഫർ. ഭയങ്കര നൈസ് പിക്ചേഴ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കൊടുക്കാം. ഇതാണ് നമ്മൾ പെട്ടെന്ന് തീർന്നു. ആ ഒരു ജാക്കറ്റിൻ്റെ ആയിരുന്നു. ഞാൻ എന്തൊരു കൊതുവാണെന്നറിയോ പാർക്കിൽ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിൻ്റന് പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ ബാഡ്മിൻ്റൺ എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞിട്ടല്ല ബുക്ക് ചെയ്തത്. എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്താലും കൊള്ളാമെന്നുണ്ട്. ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ലെറ്റ്സ് സീ. ഇതിൻ്റെ പിക്ചേഴ്സ് വരുമ്പോൾ കാണാം. ഭയങ്കര നൈസായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാഡ്മിൻ്റനും ഷൂട്ടും കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോവാം. ഭയങ്കര ടയർഡാ. ഫുൾ സ്വെറ്റി. ആൻഡ് എനിക്ക് നല്ല തലവേദന എടുക്കണ്ടേ. ഞാൻ ജിമ്മിൽ എന്തായാലും പോകുന്നില്ല. എനിക്ക് വയ്യ. ഞാൻ ഭയങ്കര ടയേർഡ്. എനിക്ക് വയ്യ ഇനി എഡിറ്റ് ചെയ്യാൻ. എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എഡിറ്റിംഗ് പ്ലാൻസ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാനിനി ഒരു കേർഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കും, ഞാൻ കിടന്നുറങ്ങും. അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻസ്. ഓക്കെ. ആൻഡ് ഞാൻ ബ്രിജിറ്റൻ കാണും. ഐ ലൈക്ക് ആൻ്റണി ആൻഡ് കേറ്റ്സ് സീസൺ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ കാണാം. ഓക്കെ ബൈ ബൈ.